ചൈനയിലെ ജിയോളജിസ്റ്റുകൾ ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ സ്വർണ്ണനിധികളിൽ ഒന്നായ ഒന്ന് കണ്ടെത്തി. അത് ഇതിനകം തന്നെ ആഗോള വിപണികളിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2024 നവംബറിൽ ഹുനാൻ പ്രവിശ്യയിൽ ഭൂമിക്കടിയിൽ ആഴത്തിൽ ഈ സൂപ്പർജയന്റ് സ്വർണ്ണ അയിർ നിക്ഷേപം കണ്ടെത്തി. 40-ലധികം സിരകളിലായി ഏകദേശം 6600 അടി ആഴത്തിൽ എത്തുന്ന അവിശ്വസനീയമായ 330 ടൺ സ്വർണം വ്യാപിച്ചതായി ആദ്യകാല സർവേകൾ വെളിപ്പെടുത്തി. എന്നാൽ ഗവേഷകർ കൂടുതൽ ആഴത്തിൽ കുഴിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ നൂതന 3D കമ്പ്യൂട്ടർ മോഡലുകൾ ഉപയോഗിച്ച് ഈ കരുതൽ ശേഖരം യഥാർത്ഥത്തിൽ 9800 അടി ആഴത്തിൽ 1100 ടൺ സ്വർണം വരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അവർ കണക്കാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന സ്വർണ്ണ ശേഖരമായി കണക്കാക്കപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയിലെ പ്രശസ്തമായ സൗത്ത് ഡീപ്പ് ഖനിയേക്കാൾ വലുതായിരിക്കും ഇത്. ഏകദേശം $83 ബില്യൺ അല്ലെങ്കിൽ 600 ബില്യൺ യുവാൻ വിലമതിക്കുന്ന ഈ കണ്ടെത്തൽ ആഗോള സ്വർണ്ണ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചൈനയ്ക്ക് ഒരു മാറ്റമാണ്. പക്ഷേ വിലയേറിയ ലോഹത്തോടുള്ള അതിയായ ആസക്തി കാരണം ഇപ്പോഴും വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നു. ഈ സ്ഥലത്തുനിന്നുള്ള കോർ സാമ്പിളുകൾ പ്രത്യേകിച്ചും പ്രതീക്ഷ നൽകുന്നവയാണ്. ചിലത് ഒരു മെട്രിക് ടണ്ണിന് 138 ഗ്രാം വരെ സ്വർണം കാണിക്കുന്നു. ഖനന മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് വളരെ സമ്പന്നമായ ഒരു സാന്ദ്രതയാണ്. ചില വിദഗ്ധർ ജാഗ്രത പാലിക്കുന്നുണ്ടെങ്കിലും ആ സ്വർണം മുഴുവൻ വേർതിരിച്ചെടുക്കാനുള്ള പ്രായോഗിക കഴിവിനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും പ്രാരംഭ കണ്ടെത്തൽ ആഗോള സ്വർണ്ണ വില ഔൺസിന് ഏകദേശം $2700 ആയി കുതിച്ചുയരാൻ പര്യാപ്തമായിരുന്നു. 2 വർഷത്തിൽ താഴെ സമയത്തേക്ക് മാത്രമേ ചൈനയുടെ സ്വർണ്ണ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ വൻ ശേഖരത്തിന് കഴിയുകയുള്ളൂവെങ്കിലും രാജ്യത്തിന്റെ ഖനന ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ കണ്ടെത്തലാണിത്. ഹുനാൻ പ്രവിശ്യയിലെ ജിയോളജിക്കൽ ബ്യൂറോയിലെ ജിയോളജിസ്റ്റുകളാണ് ഈ കണ്ടെത്തലിന് നേതൃത്വം നൽകിയത്.